ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഇങ്ങനെ ഒരു ക്നോട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് എങ്ങനെയാണ് മേക്ക് ചെയ്യാന്നാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എടുക്കുന്നത് ഇതുപോലൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് നമ്മളടുത്തില്ല. ഞാൻ ആദ്യം ഹോൾസെയിലായിട്ടൊക്കെ സാധനം സെയിൽ ചെയ്യാൻ വാങ്ങിയപ്പോൾ അതിൽ ബാലൻസ് ഉള്ള ഇതുപോലത്തെ ഇതൊന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിലത്തെ ഹെയർ ബാൻഡാണ് ഇത്. നമുക്ക് സെയിൽ ചെയ്യാൻ ഈ ഒരു വീതിയിലുള്ള ഹെയർ ബാൻഡ് നമ്മളുടെ കയ്യിലില്ല കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത ഒരു മെത്തേഡിൽ ഞാൻ ഇതുവരെ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അത് എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയ, ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ, നല്ല വൃത്തിയിൽ, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വെൽവെറ്റിൻ്റെ റിബണോട് ചെയ്ത പോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഒരു ഐറ്റം കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ബൺ മെറ്റീരിയലാണ്, നെയിലോണിൻ്റെ ബൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ നല്ല വശം ഒന്നിങ്ങനെ മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അങ്ങനെ തിരിഞ്ഞിട്ടാണല്ലോ ഇത് ഉണ്ടാവുക. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ നല്ല വശം ആക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ നേരെ ലെവലാക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുത്താൽ നേരെ നല്ല രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ വലിപ്പം എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ, ഈ ഒരു ഹെയർ ബാൻഡ് നമുക്കിത് അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിപ്പം വരുന്നത്, ഹെയർ ബാൻഡിൻ്റെ വലിപ്പം എടുക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ വരുന്നത് ഒരു 47, അതായത് 50 ഇതൊരു 40 ഉണ്ടാവുള്ളൂ കേട്ടോ. 40 സെൻറ്റിമീറ്ററാണ്. എൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ 10 മുതലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് 40ഉം അതുപോലെ നമ്മളിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു 50-52ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു 10-12 സെൻറ്റിമീറ്ററോളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇതുപോലെ നമുക്കിവിടെ ഒരു ക്നോട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈ വലുപ്പത്തിനല്ല, അതിനേക്കാളും കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് ആക്കി നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ പകുതിയാക്കിയിട്ട് നടുവിൽ വെച്ചിട്ട് ഇതിങ്ങനെ നടുവിലാക്കിയിട്ടുണ്ട്, പകുതിയാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെയൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സാധാ കെട്ടുണ്ടല്ലോ, അതിങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഭാഗവും ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബൺ മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് വെച്ചിട്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ തുണി കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തുന്നി കൊടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പിന്നെ തുന്നേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ക്ലോസ് ആണല്ലോ, ഈ ഭാഗമൊക്കെ ക്ലോസ് ആണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ. ഇങ്ങനെ 2 ഭാഗത്തുനിന്നും മടക്കിയിട്ട് ഇവിടെ എൻ്റെ ടാപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ ടാപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ബ്ലാക്ക് ഗ്രോസ് ക്രെയിനാണ്, അതിങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം ഈ ഭാഗത്തും ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ തേക്കണം കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ബീഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തുന്നിയിട്ട് ചേർക്കാട്ടോ. 2 ഭാഗവും നിങ്ങൾക്ക് വൈറ്റ് ബീഡ്സോ ഗ്രീൻ ബീഡ്സോ ഒക്കെ പാടെ മിക്സ് ആക്കിയിട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ പാർട്ടി വെയർ ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത്
ബാലൻസ് വരുന്ന ഭാഗം നിങ്ങൾക്ക് ഒന്ന് ഇതിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കുറച്ചധികം എടുത്തോളൂ കേട്ടോ. കാരണം നമുക്ക് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ ഇത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പീസ് ഈ ഒരു ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഹെയർ ബാൻഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല കളേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ തുന്നാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹാഫ് ബീഡോ കുന്തൻ സ്റ്റോണോ അല്ലെങ്കിൽ നമുക്ക് ബീഡ്സൊക്കെ വെച്ചിട്ട് B7000 യൂസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഈ നെയിലോൺ ബാൻഡ് വെച്ചിട്ട് ബൺ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റേതുപോലെ ഞാൻ കാണിച്ചു തന്ന പോലെ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് തുണി എടുത്തിട്ട് 2 ഭാഗമാക്കി മടക്കി തുന്നിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.